നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താല്പര്യം കുറഞ്ഞാൽ ഈമാൻ പോകും. ഈമാൻ പോണ മുഴുവൻ ആൾക്കാരും പരിശോധിച്ച് നോക്കി, നബിനോട് താല്പര്യം കുറവായിരിക്കും ഉണ്ടായിരിക്കുക. ഖുർആനിനെ നിഷേധിക്കുന്നവർ ഖുർആനിനെ നിഷേധിക്കുന്നത് ഖുർആനിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല, മുഹമ്മദ് നബിയോടുള്ള എതിർപ്പ് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യവും നോക്കുക. ഇസ്ലാം ദീനിനെ എതിർക്കുന്നത് ഇസ്ലാമിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല, മുഹമ്മദ് നബിയോടുള്ള എതിർപ്പ് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനാണെന്ന വിശ്വാസം വരണമെങ്കിൽ ആദ്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന വിശ്വാസം വരണം. ഈമാൻ കിടക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസത്തിലാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിൽ വിശ്വാസം വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസം വന്നപ്പോഴാണ്. എപ്പോഴാ മുഹമ്മദ് നബിയിൽ വിശ്വാസം വരിക? സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി റസൂൽ എന്നത് മാറ്റിവെച്ച് മുഹമ്മദ് എന്നത് പഠിക്കുമ്പോഴാണ് വിശ്വാസം വരിക. സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി വേറെ, റസൂൽ വേറെ, മുഹമ്മദ് വേറെ. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സിന് ശേഷം ജബലുന്നൂർ പർവ്വതത്തിന്റെ ഹിറാ ഗുഹയിൽ വെച്ച് വഹി ലഭിച്ചു. വഹി ലഭിച്ചതിന് ശേഷം തന്റെ കുടുംബക്കാരെ അബൂ ഖുബൈസ് എന്ന പേരായ മലയുടെ മുകളിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് ചോദിച്ചു, ഈ മലയുടെ അപ്പുറത്തൊരു ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അബൂ ഖുബൈസ് മല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അബൂ ഖുബൈസ് മല എന്ന് പറഞ്ഞാലേ ഉംറക്ക് പോയ ആൾക്കാർക്ക് അറിയാം. നമ്മളെ മലയാളികളൊക്കെ അധികം താമസിക്കുക 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ ബാത്റൂമിന്റെ അടുത്ത് കൂടെയുള്ള ആ റോഡിന് പോന്നിട്ട് അവിടെയാണ്. 3ാം ബാത്റൂമിന്റെ അടുത്ത് ഒരു പാലസ് ഉണ്ട്. കറുത്ത പാന്റും ഷർട്ടും ഇട്ടിട്ടുള്ള തോക്കൊക്കെ പിടിച്ച ആളുകൾ കാവൽ നിൽക്കുന്ന സ്ഥലം, അതാണ് പാലസ്. ആ പാലസ് നിൽക്കുന്നത് ഒരു മലമ്മയാണ്. ആ മലന്റെ ആ തലയാണ് അബൂ ഖുബൈസ് മല. അബൂ ഖുബൈസ് എന്ന് പറഞ്ഞ മലയുടെ കുറച്ചു ഭാഗം ബാക്കിയുണ്ട്, ബാക്കിയുള്ളതൊക്കെ കൊട്ടാരാക്കിയിട്ടുണ്ട്. ആ മല കുറച്ചുണ്ട്. ഈ മലന്റെ ഒരു ഭാഗത്ത് ആമിന ബീവിയുടെ വീട്, ഇന്നത് ലൈബ്രറിയാണ്. ഇപ്പൊ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പുതുക്കി പണിയുന്നുണ്ട്, ലൈബ്രറിയാണ്. മറ്റൊരു ഭാഗത്ത് ബിന്ദാവൂദ് എന്ന പേരായ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്നത്. ഈ പറയണത് നിങ്ങളോടനെ ഇക്കാരല്ലോ അല്ലേ? ഇവിടെ അത് അവിടേക്ക് മനസ്സുകൊണ്ട് അങ്ങോട്ട് പോകണം, എന്നാലേ സംഗതി കിട്ടുള്ളൂ. നമ്മള് മത്താഫിലേക്ക് കയറണ സ്ഥലമുണ്ട്. മത്താഫിക്ക് കയറണ ആ സ്ഥലത്തിന്റെ വലതുവശം, തവാഫ് ചെയ്യാൻ വേണ്ടി കയറണേന്റെ വലതുവശത്താണ് പാലസ് ഉള്ളത്, രാജാവിന്റെ കൊട്ടാരം ഉള്ളത്. പാലസ് നിൽക്കുന്നത് ഒരു മലമ്മയാണ്. ആ മല കുറെ ഭാഗം പൊളിച്ചിട്ടുണ്ട്. അതിന്റെ അങ്ങേ തലക്കെ മല ബാക്കി നിൽക്കുന്നുണ്ട്. അതാണ് അബൂ ഖുബൈസ് മല എന്ന് പറയുന്നത്. അയ്മക്കാണ് കൊണ്ടുപോയത്. അതിന്റെ ഒരു സൈഡില് ആമിന ബീവിയുടെ വീടാണ്. ഇപ്പോൾ അതൊരു ലൈബ്രറിയാണ്. അതിന്റെ മറ്റേ സൈഡിൽ ബിന്ദാവൂദ് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്ന സ്ഥലം. എന്ന് പറഞ്ഞാല് അബൂ ഖുബൈസ് മലയുടെ 2 ഭാഗത്തും ആൾപ്പാർപ്പുണ്ട് എന്നർത്ഥം. ഈ മലന്റെ അപ്പുറം ആരും കാണാത്തൊരു സ്ഥലമല്ലാന്ന്. മലന്റെ 2 ഭാഗത്തും ജനവാസമുള്ള സ്ഥലമാണ്. ആ മലന്റെ മേലേക്ക് കൊണ്ടുപോയിട്ടാണ് പറയണത്, ഈ മലന്റെ അപ്പുറത്ത് ഒരു സൈന്യം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അവർ പറഞ്ഞു, നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞ ആ നീ ഉണ്ടല്ലോ, അത് 40-ന് മുമ്പുള്ള നീയാണ്. സംജാ? അത് 40-ന് മുമ്പുള്ള നീ, അതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 40-ന് ശേഷമാണ് നബിയും റസൂലുമാകുന്നത്. 40-ന് മുമ്പുള്ള മുഹമ്മദിൽ വിശ്വാസമുണ്ടെങ്കിലേ 40-ന് ശേഷമുള്ള നബിയിലും റസൂലിലും വിശ്വാസം വരൂ.
40 വയസ്സിന് മുമ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന്റെ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് പോകേണ്ടി വരുന്നതാണ് അതിന്റെ സംഗതി. അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈമാൻ വരണമെങ്കിൽ നബിയെ പഠിച്ചാൽ പോരാ, റസൂലിനെ പഠിച്ചാൽ പോരാ, മുഹമ്മദിനെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മുഹമ്മദ് പറഞ്ഞാല്, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളോട് അവരുടെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് അവരുടെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടതാണ്. ശരീരത്തെക്കാളുള്ള ബന്ധം മനസ്സിലാകണമെങ്കിൽ നബി തങ്ങളുടെ ശരീരം തന്നെ പഠിക്കണം. 3 പഠനമാണ് നബി തങ്ങളെ കുറിച്ചുള്ള പഠനം. 1 ശമായിലുകൾ എന്ന് പറയുന്നതാണ്, 2 ദലായിലുകൾ എന്ന് പറയുന്നതാണ്, 3 ഫളായിലുകൾ എന്ന് പറയുന്നതാണ്. നിങ്ങളെ കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം, എന്നാലും തങ്ങൾ വരുവോളം പറയല്ലേ പറ്റുള്ളൂ എന്നുള്ളതാണ് സംഗതി. നിങ്ങളെ നോട്ടം കണ്ടാലും, നിങ്ങൾ വാച്ച് കോക്കണ കണ്ടാലും, നിങ്ങൾ കോട്ടായിടിന് കണ്ടാലും ഒക്കെ എനിക്കറിയാം സംഭവം എന്താണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ തങ്ങൾ വരുവോളം പറഞ്ഞേ പറ്റുള്ളല്ലോ എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ, നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ എന്നതാണ് സംഗതി. അപ്പോ എന്തായാലും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എല്ലാരും. അതുകൊണ്ട് അലിഫൻ സുബൈറു യുബ്രിഉ സഅദുൻ സഈദുൻ ഹാനിഉ അസ്അദു ഇംറാനു വ ഉബയ്യുൻ ഉബയ്യുൻ അബ്ദുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോ മുഅ്മിനീങ്ങളെ 3 കാര്യങ്ങളാണ് നബിതങ്ങളെ മുഹമ്മദിനെ പഠിക്കുക എന്ന് പറഞ്ഞ 3 കാര്യങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1 ശമായിലുകൾ. ഷമായിൽ എന്ന് പറഞ്ഞാല് നബി തങ്ങളുടെ ശരീരം എങ്ങനെയാണ്, നടത്ത എങ്ങനെയാണ്, ഇരുത്ത എങ്ങനെയാണ്, സംസാരം എങ്ങനെയാണ്, ഇത് പഠിക്കുന്നതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷമായിൽ എന്ന് പറയുന്നത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ, കണ്ണിന്റെ വെളുപ്പ് ശക്തമായ ആളാണ്. വെളുത്ത കണ്ണിന്റെ ഉള്ളിലെ കൺമണിയുടെ കറുപ്പ് ശക്തമാണ്. വെളുപ്പും ശക്താണ്, അതിന്റെ ഉള്ളിലെ കറുപ്പ് ശക്തമായ കറുപ്പുമാണ്. അങ്ങനെ ആകർഷണീയമായ സുറുമ ഇട്ടിട്ടില്ലെങ്കിലും സുറുമ ഇട്ടതുപോലെ തോന്നുന്ന കണ്ണാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം നബി തങ്ങൾ സുറുമ ഇടലും പതിവുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പഠിക്കുക നബി തങ്ങളുടെ ശരീരം. നിരയൊത്ത പല്ലുകളാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. ഒന്ന് കയറിയിട്ടു ഒന്ന് ഇറങ്ങിയിട്ടുമല്ല, നിരയൊത്ത പല്ലുകളാണ് ഉണ്ടായിരുന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറം വെള്ള നിറത്തിൽ തങ്കത്തിന്റെ നിറം കയറിയതായിരുന്നു. വെള്ളയിൽ സ്വർണം കയറിയ നിറമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം. അങ്ങനെ അതാണ് ശമായിലുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ.